ഹലോ, വെൽക്കം ടു എജുഹബ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സൈക്കോളജിയിലെ യൂണിറ്റ് 1 ലേണിംഗ് എ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞ പാഠമാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് കോൺസെപ്റ്റ് ഓഫ് ലേണിംഗ് ആണ്. കോൺസെപ്റ്റ് ഓഫ് ലേണിംഗ് എന്നുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒറ്റ ഒരു വരിയുള്ളൂ ലേണിംഗ് എന്താണ് എന്നുള്ളത്. Learning is a process by which an individual acquires knowledge, attitude, skill that are necessary to meet demands of life. ഒരു ഇൻഡിവിജ്വലിന് അവൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട നോളജ്, ആറ്റിറ്റ്യൂഡ്, സ്കില്ല് ഇതെല്ലാം ആ ഒരു ഇൻഡിവിജ്വൽ അക്വയർ ചെയ്യുന്നത് ലേണിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് കൊണ്ടാണെന്നാണ് പറയുന്നത്. The change in behavior brought about by experience is commonly known as learning. അതായത് ബിഹേവിയറിൽ വരുന്ന ചേഞ്ച് അത് എന്ത് വഴിയാണ്? എക്സ്പീരിയൻസ് വഴിയാണ് വരുന്നത്. ഇതിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, എ ചൈൽഡ് ടച്ചസ് എ ബേണിംഗ് കാൻഡിൽ മെനി ടൈംസ് ഗ്രാജുവലി ഹി ലേൺ ടു അവോയ്ഡ് ഓൾ ബേണിംഗ് തിങ്സ്. ഒരു കുട്ടി ചന്ദനത്തിരിയോ അല്ലെങ്കിൽ കാൻഡിലോ ഇങ്ങനെ ലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരുപാട് പ്രാവശ്യം അങ്ങനെ തൊട്ടു, അപ്പോൾ കുട്ടിയുടെ കൈ പൊള്ളും. അങ്ങനെ ഒരു കുറച്ച് പ്രാവശ്യമൊക്കെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആ കുട്ടിക്ക് കിട്ടുമ്പോൾ പിന്നെ ബേണിംഗ് തിങ്സ് കണ്ടാൽ ആ കുട്ടി കൈ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കും. അതാണ് ഈ ലേണിംഗ് എന്നുകൊണ്ട് പറയുന്നത്. അതായത് എക്സ്പീരിയൻസ് ആണ് ആ ഒരു കുട്ടിയുടെ ബിഹേവിയറിനെ മാറ്റുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഇതിലേതെങ്കിലും 2-3 ഡെഫിനേഷൻ നമ്മൾ നോക്കിയാൽ മതി. ഗേറ്റ്സിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ലേണിംഗ് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ത്രൂ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് വഴി ഉള്ള ബിഹേവിയറിലുള്ള മോഡിഫിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലേണിംഗ് എന്ന് പറയുന്നത്. അതേപോലെ സ്കിന്നർ പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോഗ്രസീവ് ബിഹേവിയർ അഡാപ്റ്റേഷൻ. പ്രോഗ്രസീവ് ബിഹേവിയർ അഡാപ്റ്റേഷനെയാണ് എന്ത് പറയുന്നത്? ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്? ലേണിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റത്തെ ക്യാരക്ടറിസ്റ്റിക് വരുന്നത് ലേണിംഗ് ആസ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതായത് ലേണിംഗ് നടക്കുമ്പോൾ അവിടെ ഒരു ഇൻഡിവിജ്വൽ അവൻ്റെ സൊസൈറ്റിയുമായിട്ട് അല്ലെങ്കിൽ അവൻ്റെ പുതിയ സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ലേണിംഗ് ആസ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? നോർമലി ലേണിംഗ് ഈസ് എയിം ടു ബ്രിങ് അബൌട്ട് ഡിസൈറബിൾ ചേഞ്ചസ് ലീഡ് ടു ഇംപ്രൂവ്മെൻറ്റ്. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഒരു ലേണിംഗ് കൊണ്ട് നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് വാല്യൂസൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആവും. നമ്മുടെ സ്വഭാവത്തിൽ കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരും. അതാണ് ഈ ലേണിംഗ് ആസ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ലേണിംഗ് ആസ് ഡെവലപ്മെൻ്റ് ആണ് പറയുന്നത്. ഇവിടെ വുഡ്സ്വർത്ത് പറയുന്നത് അനുസരിച്ചിട്ട് ഓൾ ആക്ടിവിറ്റി ക്യാൻ ബി കോൾഡ് ലേണിംഗ് സോ ഫാർ ഇറ്റ് ഡെവലപ്സ് ദ ഇൻഡിവിജ്വൽ. വേർഡ്സ്വർത്ത് പറയുന്നത് അനുസരിച്ചിട്ട് ഓൾ ദ ആക്ടിവിറ്റി ക്യാൻ ബി കോൾഡ് ലേണിംഗ്. എല്ലാ ആക്ടിവിറ്റീസിനെയും ലേണിംഗ് എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഒരു ഇൻഡിവിജ്വലിനെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ പറയുന്ന ആക്ടിവിറ്റീസ് ഒരു ഇൻഡിവിജ്വലിനെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്? ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി 4-മത്തെ ക്യാരക്ടറിസ്റ്റിക് വരുന്നത് ലേണിംഗ് ആൻഡ് ബിഹേവിയറൽ ചേഞ്ചസ് ആണ്. ലേണിംഗ് ആൻഡ് ബിഹേവിയറൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ബിഹേവിയറൽ ചേഞ്ച് നടക്കുന്നത് എപ്പോഴാണ്? സ്റ്റേബിൾ ആയിട്ടുള്ളതും എൻഡ്യൂറിങ് ആയിട്ടുള്ള ലേണിംഗ് നടക്കുമ്പോഴാണ് എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്റ്റെബിലിറ്റി ഉള്ള അല്ലെങ്കിൽ സ്റ്റേബിളോ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നതായുള്ള ലേണിംഗ് അവിടെ നടക്കുമ്പോൾ ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ലേണിംഗ് ആൻഡ് പെർഫോമൻസ് ആണ്. ലേണിംഗ് ആൻഡ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ലേണിംഗ് പ്രൊഡ്യൂസസ് ചേഞ്ചസ് ഇൻ എഫിഷ്യൻസി ഓഫ് പെർഫോമൻസ്. അതായത് ഒരു വ്യക്തിയുടെ പെർഫോമൻസിലെ എഫിഷ്യൻസിയിൽ മാറ്റം വരുത്താൻ ലേണിംഗ് കൊണ്ട് സാധിക്കും. അത് കൂടാനായിട്ട് സഹായിക്കുന്നുള്ളൂ ലേണിംഗ്. ഓക്കെ. പിന്നെ പറയുന്നത് ലേണിംഗ് ഈസ് പേർപ്പസ്ഫുൾ. ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. ഈ പറയുന്ന എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് ആ പേരിൽ തന്നെ നമുക്ക് ഫസ്റ്റ് എഴുതാനായിട്ട് പറ്റും. ആ പേരൊന്ന് ശരിക്കും നമ്മൾ മനസ്സിലാലോചിച്ചാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ എന്താണ് നമുക്ക് എഴുതേണ്ടതെന്നുള്ളത് മനസ്സിലാവും.
ലേണിംഗ് ഈസ് പേർപ്പസ്ഫുൾ. ആ പേരിൽ തന്നെ ഉണ്ട് പേർപ്പസ്ഫുൾ. അപ്പോൾ എന്തായിരിക്കും ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഇറ്റ് ഈസ് എ പേർപ്പസ് ദാറ്റ് ഡിറ്റർമൈൻസ് വാട്ട് വൺ ഹാസ് ടു അറ്റൻഡ് ഇൻ ദ ലേണിംഗ് സിറ്റുവേഷൻ. അതായത് നമ്മൾ ലേണിംഗ് സിറ്റുവേഷനിൽ വാട്ട് വൺ ഹാസ് ടു അറ്റൻഡ്, എന്താണോ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് പർപ്പസിനാണോ നമ്മൾ ഇരിക്കുന്നത് അതിനാണ് നമ്മൾ ലേണിംഗ് ഈസ് പേർപ്പസ്ഫുൾ എന്ന് പറയുന്നത്. എന്ത് പർപ്പസിന് ആണോ ആ ലേണിംഗ് നമ്മൾ ചെയ്യുന്നത് ആ പർപ്പസ് അവിടെ നടന്നു കഴിഞ്ഞാൽ ലേണിംഗ് ഈസ് എ പേർപ്പസ്ഫുൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്? ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ. ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ളത് എന്താ? എഡ്യൂക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ക്ലാസ് റൂം അണ്ടർ സൂപ്പർവിഷൻ ഓഫ് എ ടീച്ചർ. അതും നമുക്ക് ആ പേരിൽ തന്നെ പറയാൻ പറ്റും. എഡ്യൂക്കേഷൻ എങ്ങനെയാണ് നടക്കാറ്? ഒരു ടീച്ചറുടെ അണ്ടറിൽ സ്റ്റുഡൻസ് ഇരുന്ന് പഠിക്കുന്നതാണ് എഡ്യൂക്കേഷൻ. സോ എഡ്യൂക്കേഷൻ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ഇറ്റ് ടേക്സ് ഇൻ ക്ലാസ് റൂം. ഇതിൽ പറയുന്നത് എന്താണ്? ഒരു ക്ലാസ് റൂമിൽ ഒരു ടീച്ചറുടെ അണ്ടറിൽ ഒരു കുട്ടി പഠിക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ലേണിംഗ് ടേക്സ് പ്ലേസ് ത്രൂ എക്സ്പീരിയൻസ്. അത് നമുക്ക് എഴുതാൻ പറ്റും. അതായത് എക്സ്പീരിയൻസിലൂടെ നടക്കുന്ന ലേണിംഗ് അതെങ്ങനെയായിരിക്കും? സിറ്റുവേഷൻസും ആക്ടിവിറ്റീസൊക്കെ നമ്മൾ അത് എക്സ്പീരിയൻസ് ആവും. നമുക്ക് സിറ്റുവേഷൻസും ആക്ടിവിറ്റീസൊക്കെ ഒരു ഇൻഡിവിജ്വലിന് അതൊരു എക്സ്പീരിയൻസ് കിട്ടാൻ സഹായിക്കും. അതുവഴി നടക്കുന്ന ലേണിംഗ് ആണ് എന്ത്? ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ് എന്നുള്ളത്. പിന്നെ ലേണിംഗ് ആസ് വൈഡ് സ്കോപ്പ്. ഇതിൽ പറയുന്നത് ലേണിംഗ് സ്കോപ്പ് ഇൻക്ലൂഡ് ഫോർമേഷൻ ഓഫ് ഹാബിറ്റ്സ്, ഇൻട്രസ്റ്റ്, ബിലീഫ്, വാല്യൂസ്, ഐഡിയൽസ്. അതായത് ഒരു ലേണിംഗ് നടക്കുമ്പോൾ അവിടെ എന്തൊക്കെ നമുക്ക് ഫോർമേഷൻ ചെയ്യുന്നുണ്ടാവും? ഹാബിറ്റ്സ്, സ്വഭാവം, ഇൻട്രസ്റ്റ്, ബിലീവുകൾ, അതായത് നമ്മുടെ വിശ്വാസങ്ങൾ, ബിലീഫുകൾ, വാല്യൂസ്, ഐഡിയൽസ്, ഇതെല്ലാം അവിടെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി ലേണിംഗ് ആസ് സോഷ്യൽ ഓറിയൻറ്റേഷൻ. ലേണിംഗ് ആസ് സോഷ്യൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽ ലേൺ മെനി ബിഹേവിയറൽ പാറ്റേൺസ്. അതായത് ഒരുപാട് ബിഹേവിയറൽ പാറ്റേൺസിനെ മനസ്സിലാക്കാനും നോളജ്, ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഒരു സൊസൈറ്റിയിൽ ഇത്ര കാര്യങ്ങൾ അടങ്ങുന്നുണ്ട് എന്ന് മനസ്സിലാവുന്ന എപ്പോഴാണ്? നമ്മൾ സോഷ്യൽ ഓറിയൻറ്റേഷനായിട്ട് പഠിക്കുമ്പോഴാണ്. അപ്പോൾ സോഷ്യൽ ഓറിയൻറ്റേഷനെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും? ബിഹേവിയർ പാറ്റേൺസ് ഉണ്ടായിരിക്കും, നോളജ് ഉണ്ടായിരിക്കും, ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരിക്കും, ഒരു സൊസൈറ്റീനെ പറ്റിയിട്ടുള്ളത്. പിന്നെ പറയുന്നത് എന്താണ്? ലേണിംഗ് ഈസ് കണ്ടിന്യൂസ്. ഇതിൽ നമ്മൾ കഴിഞ്ഞ സെമ്മിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലേണിംഗ് എന്ന് പറയുന്നത് സ്റ്റാർട്ട്സ് ഫ്രം വൂം ടു ടോംബ് എന്നാണ്. അതായത് നമ്മുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ മുതൽ നമ്മളതിനെ അടക്കം ചെയ്യുന്ന ആ സമയം വരെയും, അല്ലെങ്കിൽ ആ ടോംബ് എന്ന് പറയുമ്പോൾ ശവകുടീരം വരെയും അവിടെ ലേണിംഗ് നടക്കുന്നുണ്ട്. അതായത് ഒരു വയറിൽ നമ്മൾ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ട് മരിക്കുന്ന വരെയും നമ്മളിവിടെ പഠിക്കുന്നുണ്ട് എന്നാണ് ഈ ലേണിംഗ് ആസ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതുവരെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു നോക്കിയത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ലേണിംഗ് ആൻഡ് മെച്ചുറേഷൻ എന്നുള്ളതാണ്. ലേണിംഗ് ആൻഡ് മെച്ചുറേഷൻ നമ്മളൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിക്കുന്നത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഗ്രാസ്പ് ചെയ്യാനും ഓർമ്മ നിൽക്കാനും സഹായിക്കും. നമുക്ക് എക്സാമിനൊക്കെ നമുക്ക് എന്താ പറയുക, അത് ഈസിലി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ എന്താണ് ലേണിംഗ്, എന്താണ് മെച്ചുറേഷൻ, എന്താണ് ഇവ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മെച്ചുറേഷനാണ് പറയുന്നത്. മെച്ചുറേഷൻ എന്നുള്ളത് ഒരു നാച്ചുറൽ പ്രോസസ്സ് ഓഫ് ഗ്രോത്തിൻ്റെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ് ഈ ഒരു മെച്ചുറേഷൻ എന്നുള്ളത്. അപ്പോൾ ലേണിംഗ് എന്തായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇറ്റ് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ത്രൂ എക്സ്പീരിയൻസ്. അതായത് എക്സ്പീരിയൻസ് വഴി ഉണ്ടാവുന്ന ബിഹേവിയറിൻ്റെ മോഡിഫിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി മെച്ചുറേഷനിൽ വരുന്ന അടുത്ത പോയിന്റ് എന്തായിരിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു നേച്ചുറൽ പ്രോസസ്സാണെന്ന് പറഞ്ഞു. സോ ഇനി പറയാൻ പോകുന്നത് അതൊരു ഇൻബോൺ ആയിട്ടുള്ള ഒരു ഗ്രോത്താണ്. അങ്ങനെ ആ ഒരു ഇൻബോൺ ഗ്രോത്തിലൂടെ നമുക്ക് ലേണിംഗ് അക്വയർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് മെച്ചുറേഷൻ എന്നുള്ളത്. ഇനി ലേണിംഗ് ഈ ഭാഗത്ത് വരുമ്പോൾ ലേണിംഗ് എങ്ങനെയായിരിക്കും? ലേണിംഗ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എൻവയോൺമെൻറ്റിനോട് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, നമ്മുടെ ബിഹേവിയറിൽ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അത് മോഡിഫൈ ചെയ്യാം, നമ്മൾ പുതിയ നോളജുകൾ എങ്ങനെ അക്വയർ ചെയ്യാം എന്നുള്ളത് പഠിക്കുന്നതാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ ലേണിങ്ങിലെ പോയിന്റ് പറയുന്നത്. മൂന്നാമത്തെ മെച്ചുറേഷനിലെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഫോളോ ഇറ്റ് ഡെഫിനിറ്റ് പാറ്റേൺ. അതായത് എല്ലാ മനുഷ്യരിലും ഒരു ഡെഫിനിറ്റ് പാറ്റേണിലായിരിക്കും മെച്ചുറേഷൻ പോകുന്നുണ്ടാവുക, അല്ലെങ്കിൽ അത് നടക്കുന്നുണ്ടായിരിക്കാം.
ലേണിങ്ങിൽ വരുമ്പോൾ എന്തായിരിക്കും, അത് ഇൻഡിവിജ്വലൈസ്ഡ് ആയിരിക്കും. ഒരിക്കലും എല്ലാ മനുഷ്യരിലും ഒരേപോലെ അല്ല ലേണിങ് നടക്കുക. ചിലർ നല്ലോണം പഠിക്കുന്നവരുണ്ടായിരിക്കും, ചിലർ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് പഠിക്കുന്നവരുണ്ടായിരിക്കും, ചിലർക്ക് അത്ര ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല, പഠിക്കാനും ചിലപ്പോൾ ഒന്ന് ബാക്കിലോട്ടായിരിക്കും. കാരണം എല്ലാവർക്കും ഒരേപോലെ IQ ലെവൽ ഇല്ലല്ലോ. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലൈസ്ഡ് ആയിരിക്കും. മെച്ചുറേഷൻ എന്തായിരിക്കും, ഒരു ഡെഫിനറ്റ് പാറ്റേൺ ഉണ്ടായിരിക്കും. ഇനി മെച്ചുറേഷനിൽ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെയാണ്, ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കും. മെച്ചുറേഷന് ഓരോ സ്റ്റേജസിനും ഇന്ന പോലെ ആയിരിക്കും എല്ലാ മനുഷ്യരിലും നടക്കുക. സോ ഒരു യൂണിഫോമിറ്റി എപ്പോഴും മെച്ചുറേഷൻ കീപ്പ് ചെയ്യും. ലേണിംഗ് പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. ലേണിംഗ് നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഇൻഡിവിജ്വലിനനുസരിച്ചിട്ട് അത് വാരി ചെയ്ത് ഉണ്ടാവുന്നു ലേണിങ്. ഇനി മെച്ചുറേഷൻ എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതായത് അത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ്, എന്തെങ്കിലും ഒരു പുതിയ സിറ്റുവേഷൻ വന്നാലോ ഒന്നും തടസ്സം വരില്ല. അതിങ്ങനെ മനുഷ്യരുടെ ശരീരത്തിൽ മെച്ചുറേഷൻ എന്നുള്ളത് മനുഷ്യരുടെ മൈൻഡിലൊക്കെ അത് നടന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ലേണിംഗ് എന്നുള്ളത് എന്തെങ്കിലും ഒരു ഔട്ട്സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ബാരിയർ വന്നു കഴിഞ്ഞാൽ ലേണിംഗ് എല്ലാവർക്കും ഒരേ രീതിയിൽ എല്ലാ കാലവും പഠിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ലേണിങ്ങിന് ഒരു തടസ്സം വന്നാൽ അത് അവിടെ നിൽക്കും. സോ ഒരു ഇൻ്റർമീഡിയൻ്റ് ആണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി മെച്ചുറേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ് ഹാസ് എ ഫിക്സ്ഡ് കോംപ്ലീഷൻ പോയിൻറ്റ്. ഒരു ഫിക്സഡ് ആയിട്ടുള്ള കംപ്ലീഷൻ പോയിന്റ് ഉണ്ടായിരിക്കും. അതായത് ഇന്ന വയസ്സിൽ തുടങ്ങി ഇന്ന വയസ്സിൽ അത് അവസാനിക്കുന്നു എന്നുള്ളൊരു കംപ്ലീഷൻ പോയിന്റ് മെച്ചുറേഷൻ ഉണ്ടായിരിക്കും. സോ അതൊരു ലൈഫ് ലോങ് പ്രോസസ്സ് അല്ല. പക്ഷേ എഡ്യൂക്കേഷൻ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഡ്യൂക്കേഷൻ ഒരു വോം ടു ടോം എന്നുള്ളൊരു പ്രോസസ്സാണ്. സോ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണെന്ന് പറയാം, അല്ലെങ്കിൽ ലൈഫ് ലോങ് പ്രോസസ്സാണെന്ന് പറയാം. പിന്നെ പറയുന്നത് ഇറ്റ് കോസ് ഇൻറ്റേർണൽ ബിഹേവിയർ. അതായത് ഇൻറ്റേർണൽ ബിഹേവിയറിൽ ചേഞ്ചസ് വരും മെച്ചുറേഷൻ ഒരു ആൾക്ക് സംഭവിക്കുമ്പോൾ. അതായത് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇൻറ്റേർണൽ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ആയിരിക്കും, അല്ലെങ്കിൽ അതുവഴി ഇപ്പോൾ സെക്ഷൽ ഡെവലപ്മെൻറ്റ്, അതൊക്കെ നമുക്ക് ഇൻറ്റേർണലി സംഭവിക്കുന്നതാണ്. മെച്ചുറേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഇൻറ്റേർണലി എന്തായിരിക്കും, കുറേ ചേഞ്ചസ് വരുന്നുണ്ടായിരിക്കും. ലേണിംഗ് ആകുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ലേണിംഗ് ഒരു മനുഷ്യന് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇൻറ്റേർണലി നമുക്ക് ചേഞ്ചസ് വരില്ല. പകരം നമ്മുടെ എക്സ്റ്റേണൽ ബിഹേവിയറൽ ചേഞ്ചസ് വരും ഇല്ലേ. നമ്മൾ ലേണിങ് നടക്കുമ്പോൾ നമ്മളെങ്ങനെ സൊസൈറ്റീനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു, നമ്മുടെ ബിഹേവിയറിൽ വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ്. സോ ഇതൊക്കെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങളാണ് ലേണിംഗ് കൊണ്ട് സംഭവിക്കുക. ഇനി പറയുന്നത് നോട്ട് അഫക്റ്റഡ് ബൈ പ്രാക്ടീസ്. അതായത് മെച്ചുറേഷൻ എന്നുള്ളത് കുറേ കാലം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരുന്നതല്ലല്ലോ, അതൊരു ഇൻബോൺ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട്, അല്ലെങ്കിൽ അതൊരു നേച്ചുറലി സംഭവിക്കുന്ന കാര്യമുണ്ട്. അത് പ്രാക്ടീസിലൂടെ അതിന് പ്രത്യേകിച്ച് അത് കൂടും കുറയും ഒന്നും ഉണ്ടാവില്ല, അതിനൊരു ഡെഫിനറ്റ് പാറ്റേണിൽ അത് പോകും. പക്ഷേ ലേണിംഗ് എപ്പോഴും എന്തായിരിക്കും, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ലേണിങ്ങിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് സാധിക്കും. അപ്പോൾ ഇതാണ് മെച്ചുറേഷനും ലേണിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ. പിന്നെ ഒരു മെയിൻ തിങ് എന്ന് വെച്ചാൽ ലേണിംഗ് ഡിപ്പെൻഡ്സ് അപ്പോൺ മെച്ചുറേഷൻ എന്നുള്ളതാണ്. അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം, അതായത് ലേണിംഗ് ഡിപ്പെൻഡ്സ് അപ്പോൺ മെച്ചുറേഷൻ. ലേണിംഗ് മെച്ചുറേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അതായത് ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് നമുക്ക് ലേണിംഗ് ഈസിലി സാധ്യമാവുള്ളൂ. ഇപ്പം നമ്മൾ ഒരു ജനിച്ചു വീണ കുട്ടിയോട് നമ്മൾ നേരെ ഇട്ടിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നില്ലല്ലോ. കാരണം ആ കുട്ടി അത് പഠിക്കേണ്ട മെച്യൂരിറ്റി അതിനായിട്ടില്ല. ആ മെച്യൂരിറ്റി സംഭവിക്കുമ്പോഴാണ് ഒരു ലേണിംഗ് ഒരു ഈസി ഫോമിൽ നടക്കുക എന്നാണ് ഇവിടെ പറയുന്നത്.